ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ മൈ നീറ്റ് പ്രിപ്പറേഷൻ ആണ്. ഈ വെക്കേഷനിൽ ഞാൻ നീറ്റ് ഓറിയൻറ്റഡ് സ്റ്റഡി ആണ് വിചാരിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് NCERT വായിച്ച് പഠിച്ചതാണ്. ഇത് ഇന്നലെ ഞാൻ ഹാഫ് ഓഫ് ദ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഇന്ന് ഈ 1 hour 2 hour എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒക്കെ നമുക്കിങ്ങനെ മാക്സിമം ഹവേഴ്സൊക്കെ എടുക്കും വൺ ചാപ്റ്റർ, അല്ലെങ്കിൽ ഒന്ന് ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ എന്താക്കണം, അത് മാക്സിമം ചാപ്റ്റേഴ്സ് അറ്റ് മിനിമം ഹവേഴ്സിലേക്ക് ആക്കിയെടുക്കണം. ഞാൻ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഹൈലൈറ്റർ, പിന്നെ അപ്പോൾ തന്നെ കളർഫുൾ പെൻസൊക്കെ യൂസ് ചെയ്യും. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ അട്രാക്റ്റീവ് ആയിരിക്കും. പഠിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ റിവിഷൻ ടൈമിലൊക്കെ. പിന്നെ +1 +2 സമയത്ത് തന്നെ നീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ പഠിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം +2 കഴിഞ്ഞിട്ട് ആണെങ്കിലും റിപ്പീറ്റ് ആണെങ്കിലും അത് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് തന്നെ പഠിക്കാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, NCERT ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ വായിക്കുക. NCERT ഉള്ള ഹോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. എത്രത്തോളം നമ്മൾ NCERT വായിക്കുന്നു അത്രത്തോളം നമ്മുടെ മെത്തേഡ്, അതായത് സ്റ്റഡി മെത്തേഡ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഹെൽത്ത് കെയർ, അതായത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഹെൽത്ത് കൊണ്ടുപോവുക. അതായത് പഠിക്കുമ്പം വാട്ടർ കുടിക്കുക, പിന്നെ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ തന്നെ നമുക്ക് ഹെൽത്തി ഫുഡാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം, അതായത് നിങ്ങളിപ്പം ഞാൻ ഓൾമോസ്റ്റ് മാക്സിമം പഠിക്കൽ രാത്രിയാണ്. എനിക്ക് രാത്രി ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് തോന്നാറുണ്ട്. ബട്ട് ചിലർക്കൊക്കെ രാവിലെ ആയിരിക്കും. ഞാൻ രാവിലെ അങ്ങനെ നേരത്തെ എണീക്കാറൊന്നുമില്ല. ബട്ട് രാത്രി ഞാൻ മാക്സിമം ഹവേഴ്സ് ഇതാക്കാറുണ്ട്, പഠിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് പറ്റുന്ന ടൈം, അതായത് ഏത് ടൈമിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആ ടൈമിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ +1 ടോപ്പിക്സ് ഓൾമോസ്റ്റ് ഈ വെക്കേഷനിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. മാക്സിമം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വേഗം ഡിലീറ്റഡ് ടോപ്പിക്സ് അല്ലാത്ത ടോപ്പിക്സിനെയും പഠിച്ചിട്ട്, പിന്നെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടല്ലോ +1 തന്നെ, ആ ടോപ്പിക്സൊക്കെ ഞാൻ ക്ലാസ്, അതായത് യൂട്യൂബ് ക്ലാസ്സും മറ്റ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ +2 തന്നെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. +1 ടോപ്പിക്സ് ഞാൻ വെക്കേഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്നത് ഭയങ്കര എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കുക. കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ നിൽക്കുകയുള്ളൂ. നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവിഷൻ ടൈമിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് മാക്സിമം ലൈൻസും മാക്സിമം NCERT കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. കാരണം എനിക്ക് ഷോർട്ട് നോട്ട്സിനെക്കാട്ടും കുറച്ചുകൂടെ ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാക്സിമം എല്ലാ കാര്യങ്ങളും നോട്ട്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കുറച്ചുകൂടെ നല്ലതായി തോന്നുന്നത് ആ രീതി തന്നെ ചൂസ് ചെയ്യുക. പിന്നെ +1 +2 ഇതിനോടൊപ്പം തന്നെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെസ്റ്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ 1 hour ആണ് എനിക്ക് 1 hour അല്ല 1 ചാപ്റ്ററാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 1 ചാപ്റ്റർ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഹാഫ് ആണ്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ആദ്യം നമ്മളങ്ങനെ മെല്ലെ മെല്ലെ ആയിരിക്കും പോകുന്നത്. ബട്ട് മിനിമം ഹവേഴ്സിൽ മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നല്ലൊരു മെത്തേഡ് എന്നത്. ഇങ്ങനെ മെല്ലെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു വെക്കേഷനിൽ തീർക്കാൻ പറ്റത്തില്ല +1 ടോപ്പിക്സ്. എന്നാൽ +1 ടോപ്പിക്സ് കഴിഞ്ഞാൽ നമുക്ക് +2 ടോപ്പിക്സ് +2നോടൊപ്പം തന്നെ +2 നീറ്റ് ടോപ്പിക്സ് +2നോടൊപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക.
പിന്നെ +2 ശേഷം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഐഡിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫുൾ നീ ടോപ്പിക്സ് മനസ്സിലായിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ളവർ അങ്ങനെ പഠിക്കുക, നല്ല രീതിയിൽ എഫക്റ്റീവായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ +2 ടോപ്പിക്സ് +2 ഡിലീറ്റഡ് പോർഷൻസൊക്കെ അപ്പം ഞാൻ ക്ലാസ് കണ്ടിട്ട് ക്ലിയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിന്, അതായത് ഫ്യൂച്ചർ ഇനിയൊരു നല്ലൊരു എയിം സെറ്റ് ചെയ്യുകയും അതിനു വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും സ്മാർട്ട് വർക്ക് ചെയ്യാനും എല്ലാം നിങ്ങൾ തയ്യാറാവുക. സോ എൻ്റെ വീഡിയോ ഇത്രയാണ്. ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട എന്ത് വീഡിയോസാണോ അയക്കേണ്ടത്, അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്